ഈ കളിക്കാര് ഒരു സിസ്റ്റം അനുസരിച്ച് കളിക്കുന്നില്ല. ഇതായിരുന്നു അലോൺസോന്റെ പ്രശ്നം. താൻ പറയണ പോലെ കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ പല പ്രശ്നങ്ങളും. അപ്പൊ ഏത് കോച്ചിനാണ് ഇത് വന്ന് മാറ്റാൻ പറ്റുക? ഇപ്പോൾ 5 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയ ആൻസ്ലോട്ടി പറയുന്നത് കേൾക്കാത്ത കളിക്കാര് എങ്ങനെ ആർബിലോവ് പറയുന്നത് കേൾക്കുന്നതാണ് എൻ്റെ ചോദ്യം. എനിക്കറിയില്ല, ചിലപ്പോൾ കേട്ടു എന്ന് വരും പറയാൻ. കളിക്കാർക്ക് അധികം പവറായി കഴിഞ്ഞുള്ള പ്രശ്നം ഏത് ടീമിലായാലും ഇപ്പോൾ ഏത് ടീമിൻ്റെ അധപ്പതനം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലെയർ പവർ അധികം എത്തുമ്പോഴാണ്. ബാഴ്സലോണയ്ക്കും മുമ്പ് അതാ പറ്റിയ. ഗ്വാർഡിയോളയുടെ കൂടെയും ലൂയിസ് എൻറിക്കയുടെ ആദ്യത്തെ സീസണിലും ജയിച്ച ടീം പിന്നെ കളിക്കാർക്ക് അധികം പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ജയിച്ചിട്ടില്ല. അപ്പം അതേ പ്രശ്നമാണ് ഇപ്പോൾ റയലിൽ കാണുന്നത്. അത് ക്ലബ്ബ് ഒരു നടപടി എടുക്കാത്ത കാരണമാണ് കളിക്കാരിങ്ങനെ പെരുമാറുന്നത്. ഇപ്പം വിനീഷ്യസ് അന്ന് ഒക്ടോബറിൽ അതും ജയിച്ച ഒരു എൽ ക്ലാസിക്കോ ബാഴ്സലോണിൻ്റെ എതിരെ ജയിച്ചൊരു കളിയിൽ അങ്ങനെ ഒരു കളിക്കാരൻ പെരുമാറുമ്പോൾ അപ്പം തന്നെ ക്ലബ്ബ് എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു. അതിന് പകരം അത് ഫ്രീ ആയി വിട്ടു. അപ്പോൾ കളിക്കാരുടെ മനസ്സിലെന്താ, ഞാൻ എന്ത് ചെയ്താലും ഒരു ഭവിഷ്യത്തും ഇല്ല അതിന്. അതാണ് ഒരു പ്രശ്നം. നമ്മുടെ ആക്ഷൻ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് വേണം.